السلام عليكم يا طلابي، كيف حالكم؟ زين؟ ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസങ്ങളില് നമ്മുടെ ബബഹാവും ഖുഫാഷും തമ്മിലുള്ള ഒരു ഹിവാർ നമ്മൾ പഠിച്ചു. എല്ലാവരും പഠിച്ചല്ലോ അല്ലെ? അതില് നമ്മള് നമ്മുടെ ബബഹായിന്റെ ഓരോ പാർട്ടുകൾ ഐന്, ഐ, ഉദുന് എല്ലാം പഠിച്ചല്ലോ അല്ലെ? അതുപോലെ പിന്നെന്തൊക്കെയാ? രീഷ്, തൂവല്, ഫെദർ, റിജില്, ലെഗ്, റെയില്, ടെയില്, മിൻകാട്, ചുണ്ട്, ഇതൊക്കെ പഠിച്ചു. അതിനുശേഷം നമ്മള് ബബഹായിനെ കുറിച്ച് ഒരു 4 വരി എഴുതി, ബബഹായിന്റെ ഒരു ചെറിയൊരു പ്രൊഫൈൽ എഴുതി. അതിനുശേഷം നിങ്ങള് കുല്ലുന ജദാബൻ എന്നതിന്റെ പോലെ കുല്ലുന ജമീലൻ എന്ന് ചേർത്തി താഴെ കൊടുത്ത ഒരു 5-6 പിക്ചറുകൾ അതൊക്കെ നിങ്ങൾ ചേർത്തി എഴുതി. എല്ലാവരും എഴുതിയില്ലേ? അസിൻജാബ് ജമീലുൻ, അതുപോലെ അൽബിത്തിയഹു ജമീലുൻ, അറുമാനു ജമീലുൻ, എല്ലാവരും എഴുതിയല്ലോ അല്ലെ? ഇനി നമുക്ക് 68th പേജ്, 68ാമത്തെ പേജ് നമുക്ക് നോക്കാം. എന്താ 68ാമത്തെ പേജില്? നുളീഫു അൽ, അല്ല് ചേർക്കാം, വനഖറഉ നമുക്ക് വായിക്കാം. അല്ല് ചേർത്തുകൊണ്ട് നമുക്ക് വായിക്കാം. മുകളിൽ കണ്ടോ അർണബുൻ, അവിടെ ഒന്നൊരു മോഡൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ നോക്കിയേ ബൈത്തുൻ, കണ്ടില്ലേ? ബൈത്തുൻ, അൽ ബൈത്തു. ബൈത്തുൻ പറഞ്ഞ വീട്, അൽ ബൈത്തു പറഞ്ഞാലോ അത് വീട് തന്നെയാണ്. പക്ഷെ നമ്മൾ ഒരു അറിയുന്ന ഒരു വീടിനാണ് അലിഫ്ലാം ഉപയോഗിച്ചുകൊണ്ട് പറയാം അൽ ബൈത്തു. നമ്മള് സാധാരണ നിങ്ങളുടെ എന്റെയൊക്കെ വീട് ബൈത്താണ്. അപ്പൊ ഞാൻ പറയാണ് ഇന്നലെ ഞാൻ പോയ ആ വീട് അത് വളരെ ജമീലാണ്, വളരെ ഉഷാറാണ്. അപ്പൊ ഞാൻ ആ വീടിനെ കുറിച്ച് പറയുമ്പോൾ പറയാ അൽ ബൈത്ത് എന്ന് പറയാം. അപ്പൊ അൽ ഉപയോഗിക്കേണ്ട കാര്യം മനസ്സിലായി. നമുക്ക് ഒരു വീടിനെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു വീടാക്കി അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകമായിട്ട് പറയുമ്പോഴാണ് അല്ല് ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾ അല്ല് ഉപയോഗിക്കുന്നതിന്റെ കാര്യം നിങ്ങൾ പഠിക്കണം. നിങ്ങൾ പഠിക്കേണ്ട എന്ത് ചെയ്തു? അല്ല് ചേർത്ത് എങ്ങനെയാണ് നമ്മൾ വാക്ക് വായിക്കുക, എഴുതുക എന്നാണ് നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നോക്കിയേ, അൽ അർണബുൻ, അൽ അർണബു, ബൈത്തുൻ, അൽ ബൈത്തു, ജറസുൻ, അൽ ജറസു, ഹബലുൻ, അൽ ഹബലു, ഖുമ്മുൻ, അൽ ഖുമ്മു, ഐനുൻ, അൽ ഐനു, ഖുറാബുൻ, അൽ ഖുറാബു, ഫീലുൻ, അൽ ഫീലു, ഖിത്തുൻ, അൽ ഖിത്തു, കബ്ഷുൻ, അൽ കബ്ഷു, മിൻഖാറുൻ, അൽ മിൻഖാറു, ഹിറുൻ, അൽ ഹിറു, വർദുൻ, അൽ വർദു, യദുൻ, അൽ യദു. അപ്പൊ എല്ലാവരും അല്ല് ചേർത്ത് പറയാൻ മനസ്സിലാക്കിയല്ലോ അല്ലെ? അപ്പൊ നിങ്ങൾ ഇതുപോലെ ഇവിടെ നിങ്ങൾക്ക് എഴുതാൻ കഴിയും. അർണബുൻ, അൽ അർണബു, ജറസുൻ, അൽ ജറസു. എല്ലാവരും അല്ല് ചേർത്തില്ലേ? അപ്പൊ ഈ അൽ ബൈത്തു പറഞ്ഞപ്പോ അൽ ബൈത്തു അത് മനസ്സിലായി. ഇനി നിങ്ങൾ അടുത്ത ഭാഗത്തേക്ക് നോക്കി. നമ്മൾ 14 അക്ഷരം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത അക്ഷരം ഏതാ? തുഫാഹൻ, താ, തുഫാഹ്. പക്ഷെ ഇനി ഒരു കാര്യം നോക്കുക. തുഫാഹ് എഴുതിയ ശേഷം നമ്മൾ അല്ല് കൊടുത്തു. അൽ തുഫാഹു നമ്മൾ പറയണില്ല. അൽ തുഫാഹു എന്ന് പറയുന്നുണ്ടോ? പക്ഷേ അത്തുഫാഹു എന്നാ പറയുന്നു. അത്തുഫാഹു. എന്താ അൽ തുഫാഹു എന്ന് പറയാത്തത്? എന്താ അൽ തുഫാഹു എന്ന് പറയാത്തത്? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. അറബി അക്ഷരമാലയിൽ ടോട്ടൽ 28 അക്ഷരമുള്ളത്. അറബി അക്ഷരമാലയിൽ ടോട്ടൽ
28 അക്ഷരങ്ങളുണ്ട്. ഈ 28 അക്ഷരത്തില് 14 അക്ഷരങ്ങൾ അല്ല് ഉപയോഗിച്ച് അൽ 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 എന്നുള്ള ഉച്ചാരണത്തിലാണ് ഉപയോഗിക്കുക. മറ്റു 14 അക്ഷരങ്ങളിലോ അതിലും അല്ല് ഉപയോഗിക്കും, പക്ഷേ ശേഷം വരുന്ന വാക്കിലേക്ക് ചേർത്തിയിട്ട് ഷദ് ഉപയോഗിച്ചിട്ടാണ് ഉപയോഗിക്കുക. ശേഷമുള്ള വാക്ക് ഏതാവട്ടെ ഷദ് ഉപയോഗിച്ചിട്ടാണ് ഉപയോഗിക്കുക. അപ്പോ ആദ്യത്തതില് അല്ല് വെളിവാകും, അൽ വെളിവാകും. രണ്ടാമത്തതിലോ ആ അക്ഷരത്തിന്റെ ഷദ് വെളിവാകും. ആദ്യത്തില് അതിന്റെ അല്ലിന്റെ സുക്കൂന് വെളിവായി ഉച്ചരിക്കും. രണ്ടാമത്തതിന് സുക്കൂന് വെളിവായി ഉച്ചരിക്കൂല, ലാമൊക്കെ അവിടെ ഉണ്ടാവും, പക്ഷെ ശേഷം വരുന്ന അക്ഷരത്തിലേക്ക് ചേർത്തിയിട്ട് ഷദ് ചെയ്തിട്ടാണ് ഉച്ചരിക്കുക. ഓക്കെ, എങ്ങനെയാ ഉച്ചരിക്കുക? ഷദ് ചെയ്തിട്ടാണ് ഉച്ചരിക്കുക. അപ്പൊ എങ്ങനെ ഉച്ചരിക്കാം നമുക്ക് നോക്കാം. തുഫാഹുൻ, അൽ തുഫാഹു എന്നല്ല, അത്തുഫാഹു. സൂമുൻ, അസൂമു. അപ്പൊ ലാമ്, അലിഫ് കഴിഞ്ഞ് ലാമ്, പിന്നെ സാദ്, വാവ്, മീമ്. പക്ഷെ ലാമിനെ നമ്മൾ അവിടെ ഉച്ചരിക്കുന്നില്ല. ഒന്നാമത്തെ പാർട്ടില് ലാമിനെ ഉച്ചരിച്ചു, രണ്ടാമത്തെ പാർട്ടില് ലാമിനെ ഉച്ചരിക്കുന്നില്ല. ദീഖുൻ, അദ്ദീഖു. ലുബാബുൻ, അദ്ലുബാബു. രീഷുൻ, അരീഷു. സഹറുൻ, അസ്സഹറു. സല്ലത്തുൻ, അസ്സല്ലത്തു. ഷജറത്തുൻ, അഷ്ഷജറത്തു. സൂസുൻ, അസ്സൂസു. ളിഫ്ദാഉൻ, അൽളിഫ്ദാഉ. ത്വബലുൻ, അത്വബലു. ലബിയുൻ, അല്ലബിയു. ലഖലഖുൻ, അല്ലഖലഖു. നൂറുൻ, അന്നൂറു. അപ്പോ 14 അക്ഷരങ്ങൾ അൽ അൽ എന്നുള്ള രൂപത്തിലാണ് അറബിയിൽ ഉച്ചരിക്കുക. ബാക്കിയുള്ള 14 അക്ഷരങ്ങളോ ഷദ് കൂട്ടിയിട്ടാണ് ഉച്ചരിക്കുക. അപ്പോ അൽ എന്നുള്ള ഉച്ചാരണത്തിൽ വരുന്ന അക്ഷരങ്ങൾ ഇങ്ങനെ നോക്കി അറിയും. ഹംസ്, ബാ, ജീമ്, ഹാ, ഹാ, ഐന്, ഖൈന്, ഫാ, ഖാഫ്, കാഫ്, മീം, ഹാ, വാവ്, യാ. ഇതൊക്കെ അൽ ചേർത്ത് ഉച്ചരിക്കും. ശേഷമുള്ളതോ താദ്, സാദ്, ദാല്, ലാല്, റാദ്, സായി, സീന്, ഷീന്, സ്വാദ്, വാദ്, ത്വാദ്, ദ്വാദ്, ലാമ്, നൂറ്, നൂന്. ഈ 14 അക്ഷരങ്ങൾ ഷദ് കൂട്ടി ഉച്ചരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇതിനെ പറയുന്ന പേര് അൽ ചേർത്ത് ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ. അൽ ചേർത്ത് ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ ഹുറൂഫുൽ ഖമരിയ്യ. ഹുറൂഫുൽ ഖമരിയ്യ അല്ലുണ്ടാവും, പക്ഷെ ശേഷമുള്ള ഷദ് കൂട്ടി ഉച്ചരിക്കുന്നതിന് ഹുറൂഫ് ശംസിയ്യ. ഖമരിയായ അക്ഷരങ്ങളും ശംസിയായ അക്ഷരങ്ങളും രണ്ടും 14. ഖമരിയായ അക്ഷരങ്ങളും ശംസിയായ അക്ഷരങ്ങളും. ശംസിയായ അക്ഷരങ്ങൾക്ക് ഷദ് വരും, ഖമരിയായ അക്ഷരങ്ങൾക്ക് നമ്മുടെ അൽ എന്നതിലെ സുക്കൂനി വെളിവാടി ഉച്ചരിക്കും. അതാണ് നമുക്ക് ഈ ഭാഗത്ത് മനസ്സിലാക്കാനുള്ളത്. ഇനി നിങ്ങൾ എന്താ ചെയ്യുക? അപ്പൊ ഇത് നിങ്ങൾ അല്ല് ചേർത്തി എഴുതണം. അൽ ചേർത്തി എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. അർണബുൻ എന്നുള്ളത് അൽ ചേർത്തി എഴുതുമ്പോ അൽ അർണബുൻ എഴുതില്ല, അൽ അർണബു. കണ്ടില്ലേ? അൽ ബൈത്തു. ഇവിടെ തന്നെ വമ്മുണ്ട്, ഇവിടെ ഒരു വമ്മേ ഉള്ളൂ. അതേ പ്രകാരം ആ 14 അക്ഷരം അങ്ങനെ എഴുതുക. അൽ ബൈത്തു, അൽ ജറസു. ശേഷം ഈ സൈഡ് ശംസിയായ അക്ഷരങ്ങൾ തുഫാഹ്, അത്തുഫാഹു. നമ്മളിതാ തുഫാഹിന് എഴുതി, ഇവിടെ തന്നെ വമ്മുണ്ട്, ഇവിടെ തന്നെ വമ്മില്ല, അത്തുഫാഹു. അതുപോലെ അസ്തൂമു, അദ്ദീഖു. അങ്ങനെ നിങ്ങൾ ഇത് മുഴുവൻ എഴുതുക. നെക്സ്റ്റ് പേജ് നുലഫിദു ഫനക്തുബു കമാ ഫിൽ മിസാലി.
ഉദാഹരണത്തിലുള്ളതുപോലെ നിങ്ങൾ ചെയ്യുക. എഴുതുക. വായിക്കും വേണം, എഴുതും വേണം. ഓക്കെ. അപ്പൊ അർണബുൻ, സോറി, അൽ അർണബു, അൽ അർണബു, അവിടെ ഏതാ വരിക? ഹംസ്, അലിഫ്. അൽ ബൈത്തു, ബാ. അൽ ജറസു, ജീം. അൽ ഹബലു, ഹാ. ഇനി ഈ സൈഡോ? അത്തുഫാഹു, താ. അസൂമു, സാ. അദ്ദീഖു, ദാൽ. അപ്പൊ എന്തിനാണ് ഈ അക്ഷരം എഴുതുന്നത്? നിങ്ങൾക്കറിയാം, ഈ തുടക്കത്തിലുള്ള അക്ഷരങ്ങളാണ് ഈ 14 അക്ഷരങ്ങൾ. രണ്ടിലുള്ള 14 അക്ഷരങ്ങൾ, തുടക്കത്തിലുള്ള ഈ 14 അക്ഷരങ്ങൾ, 14 + 14 28. ഈ 14 അക്ഷരങ്ങളിൽ ആദ്യത്തെ 14 അക്ഷരങ്ങൾ അൽ എന്ന് ചേർത്ത് ഉച്ചരിക്കുന്ന കമലിയായ അക്ഷരങ്ങൾ. രണ്ടാമത്തെ 14 അക്ഷരങ്ങൾ ഷദ്ദ് കൂട്ടി ഉച്ചരിക്കുന്ന ഷംസിയായ അക്ഷരങ്ങൾ. കമലിയായ അക്ഷരങ്ങൾ, ഷംസിയായ അക്ഷരങ്ങൾ നമ്മൾ കുറെ പറഞ്ഞു, പ്രാവശ്യം പറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് നിങ്ങൾ എഴുതുക. ഓക്കെ. അത് വായിക്കാനും കിട്ടണം, എഴുതാനും കിട്ടണം. ഓക്കെ. ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് കിടക്കാം. ലാ തസ്ഖർ. ലാ തസ്ഖർ. എന്താ ലാ തസ്ഖർ എന്ന് പറഞ്ഞാൽ? ലാ തസ്ഖർ ലാ തസ്ഖർ. എന്താ ലാ തസ്ഖർ എന്ന് പറഞ്ഞാൽ? പരിഹസിക്കരുത്. ലാ തസ്ഖർ, പരിഹസിക്കരുത്. നമുക്ക് എന്താ ചിത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലെ? നമ്മുടെ ഖുഫാഷിനെ കാണാനുണ്ട്. ഖുഫാഷിന് മുകളിൽ ആരുണ്ട്? ബബഗാവുണ്ട്. അപ്പൊ നമുക്ക് എന്താ സംഭവം നോക്കാം. അവരിങ്ങനെ പോകുന്നുണ്ട്, എന്തൊക്കെയോ അവിടെ കത്തുന്നുണ്ട്, കുന്നുമലയൊക്കെ കാണുന്നുണ്ട് അല്ലേ? മനസ്സിലായില്ലേ? നമുക്ക് താഴെ എന്താന്ന് വായിച്ചു നോക്കാം. അപ്പൊ നമുക്ക് കാര്യം മനസ്സിലാവും. ഓളപത്തി ഷംസ്, സൂര്യൻ അസ്തമിച്ചു. അപ്പൊ വലജത്തിലേലു, രാത്രി വന്നു, ഇരുട്ട് പരന്നു. ബക്കൽ ബബാവ്, പാരറ്റ് കരഞ്ഞു. കൈഫ അസുലിലാഫ്രാഹി, ഞാൻ എങ്ങനെ എന്റെ അഫ്രാഹുകളുടെ അടുത്തെത്തും? വൈത്തീവറ ഹാദത്തെല്ലി, ഈ കുന്നിന്റെ മുകളിലാണ് എന്റെ വീട്. പല ഖുഫാഷു, അപ്പൊ ഖുഫാഷു പറഞ്ഞു, നെതുഹുമായ, നമുക്കൊപ്പം പോവാം. അങ്ങനെ അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കെ അവരുടെ വഴിയിൽ വെച്ച് റഅൽ ബബഗാവ്, ബബഗാവ് കണ്ടു ഷജറത്തൻ മുനീറത്തൻ, ഒരു പ്രകാശിക്കുന്ന ഒരു മരം. അപ്പൊ സൽ ബബഗാവ് തത്ത് ചോദിക്കുകയാണ്, പാരറ്റ് ചോദിക്കും, ആ തിരികയാസ്വദിക്കി, വാട്ട് ഈസ് ദിസ് ഓ മൈ ഫ്രണ്ട്, വാട്ട് ഈസ് ദാറ്റ്, എന്താണ് സുഹൃത്തെ അത്? കാലൽ ഖുഫാഷു, അപ്പോ നമ്മുടെ ഖുഫാഷു പറയാണ്. അപ്പൊ സത്യത്തിൽ എന്താ ചോദിച്ചാല്, അങ്ങനെ അവർ വർത്താനൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുക. വൈകുന്നേരമായി, രാത്രിയായി, ഇരുട്ട് വന്നു. അപ്പോ പാരറ്റിനാകെ പേടിയായി, ഞാൻ എങ്ങനെ ഇനി എന്റെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് എത്തുക? എന്റെ വീടാണെങ്കിലോ ഈ കുന്നിന്റെ പിന്നിലാണ്. അപ്പോ നമ്മുടെ ഖുഫാഷ് പറയണം, ഇങ്ങനെയൊക്കെ പരിഹസിച്ച് കളിയാക്കിയ ഖുഫാഷ് ബബഗാവ് അവസാനം ബുദ്ധിമുട്ടി, പ്രയാസമായി. ഇനി രാത്രിയായില്ലേ, സ്വന്തം പോകാൻ കഴിയില്ലല്ലോ. പക്ഷെ എങ്കിലും നമ്മുടെ ഖുഫാഷ് പറയുന്നു, നമുക്കൊപ്പം പോകാം. അങ്ങനെ അവർ പോകുന്ന സമയത്ത് ഒരു പ്രകാശിക്കുന്ന ഒരു ഷജറത്തിനെ കാണുകയാണ്. അപ്പൊ എന്താണെന്ന് ചോദിക്കുന്നു. അപ്പൊ നമ്മുടെ ഖുഫാഷ് പറഞ്ഞു കൊടുക്കുന്നു. എന്താണ്? നോക്കിക്കൊള്ളു. തിൽക്ക, അത് ജമാഅത്തുമിനൽ യറാഅത്ത്. യറാഅത്ത് എന്ന് പറഞ്ഞാൽ മിന്നാമിനു, മിന്നാമിനു, അത് ഒരു കൂട്ടം മിന്നാമിനുകളാണ്. അതിന്റെ ജമാഅത്താണ്, ഒരു കൂട്ടമാണ്. യറാഅത്ത് മിന്നാമിനു. കുന്ന സ്വദിയഖാത്തുന, അവകൾ നമ്മുടെ കൂട്ടുകാരാണ്. സ്വദിയഖാത്ത്, സ്വദിയഖുൻ ഫ്രണ്ട്, സ്വദിയഖാത്തുൻ ഫ്രണ്ട്സുകൾ. സ്വദിയഖത്തിന്റെ ജമാണ് സ്വദിയഖാത്ത്, ഒരു ഫ്രണ്ട്. സ്വദിയഖത്ത് എന്ന് പറഞ്ഞാൽ പെൺ കൂട്ടുകാരിക്കാണ് സ്വദിയഖത്തുകാരൻ. സ്വദിയഖ് കൂട്ടുകാരൻ, സ്വദിയഖത്തോ താഴെ കൂടിയ പെണ്ണായി, കൂട്ടുകാരി. കുന്ന സ്വദിയഖാത്തുന, അവകൾ നമ്മുടെ കൂട്ടുകാരികളാണ്. തൊഴുത്തി ഹാദിക ഹഷറാത്തു, ഈ പ്രാണികൾ, ഹഷറാത്ത് പ്രാണികൾ, ഇൻസെക്ട്സ്, അന്നൂറ, അവകൾ നമുക്ക് പ്രകാശം തരുന്നു, നൂറ് തരുന്നു.
തോഴ്ത്തി നൽകുന്നു. നൂറ് പ്രകാശം. ഈ പ്രാണികൾ ഹശറാത്തുകൾ നമുക്ക് പ്രകാശം തരുന്നു. ഇനി പറയുന്നു വലിയ ഹലക്കിൽ എല്ലാ സൃഷ്ടികൾക്കുമുണ്ട് മീസാത്തുൻ ഗുണങ്ങൾ, ഫീച്ചേഴ്സ്. ഷത്ത ധാരാളം, എല്ലാ ജീവികൾക്കും ധാരാളം ഗുണങ്ങളുണ്ട്. കമ അത്യുവാന ഞാൻ പറക്കുന്നത് പോലെ ഫില്ലയില രാത്രിയിൽ. ഞാനിതപ്പോ രാത്രിയിൽ പറക്കുന്നില്ലേ? അതുപോലെ എല്ലാ ജീവികൾക്കും ഓരോ മീസാത്ത് ഉണ്ട്. എന്താ മീസാത്ത്? മെറിറ്റ്സ്, ഗുണങ്ങൾ, ഫീച്ചേഴ്സ്. ഓരോ ജീവിക്കും എന്തുണ്ട്? ഫീച്ചേഴ്സ് ഉണ്ട്, ഗുണങ്ങളുണ്ട്. വലുതായിരിക്കാം. അതുകൊണ്ട് തന്നെ എല്ലാ പ്രസ്ഹർമിനാഹരി, നീ ഒരാളെയും പരിഹസിക്കരുത്. നീ ഒരാളെയും പരിഹസിക്കരുത്. ഇപ്പൊ എന്താ പറഞ്ഞത് നമ്മുടെ ഖുഫാഷ്? തിരുക്ക് ജമാഅത്തുൽ യറായത്തി, ഇത് മിന്നാമിനിങ്ങളുടെ ഒരു കൂട്ടമാണ്. യറായത്ത് മിന്നാമിനിങ്ങൾ. പുന്ന സുദീഖാത്തുന, അവർ നമ്മുടെ കൂട്ടുകാരികളാണ്. തുഅത്തി ഹാദിഹിൽ ഹശ്റാത്തു, ഈ ഹശറാത്തുകൾ, പ്രാണികൾ, ഇൻസെക്ട്സുകൾ നമുക്ക് നൽകുന്നു. തുഅത്തി നൽകുന്നു, അന്നൂറ പ്രകാശം നൽകുന്നു. ഇല്ലേ? മിന്നാമിനിങ്ങൾ കത്തുമ്പോൾ വെളിച്ചുണ്ടാവൂലേ? ഇല്ലേ? മിന്നാമിനിങ്ങൾ കത്തുമ്പോൾ നല്ല വെളിച്ചുണ്ടാവും. വലിയ കാരണം ഇരുട്ടാണ്. ഇരുട്ടിന്റെ സമയത്താണ് മിന്നാമിനിങ്ങൾ തികച്ചും വെളിച്ചുണ്ടാവും. വലിയ കുല്യ ഹൽക്കിൻ, എല്ലാ സൃഷ്ടികൾക്കും. ഹലക്ക് പറഞ്ഞാൽ സൃഷ്ടി. മീസാത്തുൻ ഗുണങ്ങളുണ്ട്, ഫീച്ചേഴ്സ് ഉണ്ട്. ഷത്ത ധാരാളം. കമ അത്യുവാന ഞാൻ പറക്കുന്നത് പോലെ ഫില്ലയില രാത്രിയിൽ. ഞാൻ രാത്രിയിൽ പറക്കുന്നില്ലേ? എനിക്ക് എന്റെ നാഥൻ തന്ന ഗുണമാണ് രാത്രിയിൽ പറക്കാനുള്ള കഴിവ്. ലൈലത്ത് രാത്രി. വലുതാലിക്ക, അതുകൊണ്ട് തന്നെ ലാ തസ്ഖർ മിൻ അഹദ്, നീ ഒരാളെയും, അഹദ് ഒരാൾ, നീ ഒരാളെയും ലാ തസ്ഖർ നീ പരിഹസിക്കരുത്. അപ്പൊ നമ്മുടെ പാഠത്തിന്റെ പേരെന്താണ്? ലാ തസ്ഖർ. ലാ തസ്ഖർ, നീ ഒരാളെയും പരിഹസിക്കരുത് എന്നാണ് നമ്മുടെ ഹുഫാഷ്, നമ്മുടെ ബബഗായിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു നസീഹത്ത്, ഒരു ഉപദേശം. ഓക്കെ, ലാ തസ്ഖർ, നീ പരിഹസിക്കരുത്. യറാഅത്ത് മിന്നാമിനികള്, ഹശറാത്ത് ഇൻസെക്ട്സ് പ്രാണികള്, നൂറ് ലൈറ്റ് പ്രകാശം, മീസാത്ത് ഫീച്ചേഴ്സ്, ലൈലത്ത് രാത്രി. ഓക്കെ, അപ്പോ നിങ്ങളൊക്കെ മനസ്സിലാക്കിയല്ലോ അല്ലെ? ഇനി ഇത് നന്നായി വായിക്കുക, അർത്ഥങ്ങളൊക്കെ നിങ്ങൾ എഴുതിയെടുക്കണം. കഴിഞ്ഞ പേജിൽ പറഞ്ഞതൊക്കെ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. ടെക്സ്റ്റ് ബുക്കിൽ നിർബന്ധമില്ല, നോട്ട്ബുക്കിൽ നിർബന്ധമായിട്ടും എഴുതി വെക്കുക. ഓക്കെ, എന്നാ നമുക്ക് നിർത്താം. അസ്സലാമു അലൈക്കും.